Namaste everyone. How to write a victory log. വിക്ടറി ലോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള വലിയ വലിയ വിജയങ്ങളുടെ നേട്ടങ്ങളുടെ ആ നേട്ടങ്ങൾ നമ്മൾ ഇന്ന സമയത്ത് ഇന്ന വിജയം എനിക്കുണ്ടായി എന്ന് നമ്മൾ എഴുതി വെക്കുന്നതാണ് വിക്ടറി ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്കിതിൽ കാണാം. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷനും കൂടിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി വേണമെങ്കിൽ ഞാനൊരു ബുക്കിനെ കുറിച്ച് പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് ആസ് എ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ. ഇത് 2013 വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജേണലകത്ത് വന്നൊരു ആർട്ടിക്കിളാണ്. അതായത് എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ മാറി നിൽക്കും എന്നുള്ളൊരു പഠനമാണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ 2012 ഇതുപോലെ ഒരു പഠനം വന്നു, എ വിഷണറി ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് വെൽബീങ്. അപ്പം അത് നമുക്ക് സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഹാപ്പിനെസ് കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള നന്മ നമുക്ക് കാണാനായിട്ട് പറ്റണം. നമുക്കുണ്ടായിട്ടുള്ള നന്മ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും ഹാപ്പിനെസ്. സോ വീണ്ടും ഒരു പഠനം വന്നത് സ്ട്രെങ്ത് ഓഫ് പോസിറ്റീവ് ഇമോഷൻസ് ആൻഡ് ഓവർകം നെഗറ്റിവിറ്റി. വളരെ നല്ലൊരു ആർട്ടിക്കിളാണ്. പിന്നെ അതുപോലെ മറ്റൊരു പഠനം വന്നത് ദ പവർ ഓഫ് പാഷൻ ആൻഡ് പെർസെവറൻസ്. അത് 2016 വന്നൊരു ഇതാണ്. ഇതൊക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. ഇതെല്ലാം കാണിക്കുന്നത് ദ പവർ ഓഫ് ഹാബിറ്റ്, വൈ വി ഡു വാട്ട് വി ഡു, ദ ലൈഫ് ആൻഡ് ബിസിനസ്. ഈ ഒരു ഏരിയയിലുള്ള തുടക്കത്തെക്കുറിച്ച് ന്യൂ സൈക്കോളജി ഓഫ് സക്സസ്. ഇതിനകത്തും പറയുന്നത് നമ്മുടെ ഈ വിക്ടറി ലോഗിനെ കുറിച്ച് പറയുന്നുണ്ട്. ദി സൈക്കോളജി ഓഫ് ഓപ്റ്റിമൽ എക്സ്പീരിയൻസ്. ഇതൊക്കെ ഈ ഒരു മേഖലയെക്കുറിച്ചുള്ള ഈ പഠനങ്ങൾ കാണിക്കുന്ന പ്രധാനമായിട്ടും ഈ പഠനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളൊരു ഞാനൊരു റെഫറൻസ് തന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്കൊരു വിക്ടറി ലോഗ് ബേസിക്കലി ഇതെന്താണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പോലെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പം നമ്മൾ ഓരോ എൻട്രി എഴുതുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ 3rd സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കപ്പ് കിട്ടി, അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ കിട്ടി. നമുക്കത് മനസ്സിൽ നിന്ന് ഓർമ്മയാണ്, നമുക്കത് എഴുതാം. അതെഴുതി നമുക്ക് 7th സ്റ്റാൻഡേർഡിൽ കിട്ടി, 9th സ്റ്റാൻഡേർഡിൽ കിട്ടി, 12th സ്റ്റാൻഡേർഡിൽ കിട്ടി. ഇങ്ങനെ ഓരോന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കില്ല മറ്റുള്ളൊരു അപ്രിസിയേഷൻ, എന്തെങ്കിലും നമുക്ക് വിജയമാണെന്ന് തോന്നുന്നത് നമ്മളിങ്ങനെ ബുക്കിൽ എഴുതിക്കും. നമുക്കൊരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് എഴുതണം. അങ്ങനെ നമ്മളിങ്ങനെ എഴുതി നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ സമയം വരെയുള്ള നമ്മൾ എഴുതി. അപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം 5-8 എണ്ണമൊക്കെ കാണുള്ളൂ. പക്ഷേ നമ്മൾ പിന്നെയും ഇരുന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നാളെ വൈകിട്ടോ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, സന്തോഷം ഉണ്ടായിട്ടുള്ള ചില നിമിഷങ്ങൾ നമുക്ക് വീണ്ടും വരും. അപ്പോൾ നമ്മൾ അത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അത് എഴുതും. ചിലപ്പോൾ നമുക്ക് ദിവസമോ മാസമോ ഓർമ്മ കാണത്തില്ലായിരിക്കും, അതുകൊണ്ട് ഇയർ, അതിലൊരു കാലഘട്ടം, അപ്പോൾ അത് ചെറുതോ വലുതോ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് എഴുതി. പിന്നീട് നമുക്ക് വന്നത് അടുത്തത് എഴുതി. ചിലപ്പോൾ നമുക്ക് കുറേ ആഴ്ചകൾ കൊണ്ടും മാസങ്ങൾ കൊണ്ട് പറ്റുന്നത്ര എഴുതി തീർക്കുക, ആഴ്ചകൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും നമ്മൾ എഴുതുക. അപ്പോൾ അതെല്ലാം ഒരു പോസിറ്റീവ് ലാംഗ്വേജിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി തന്നെ. അപ്പോൾ നമ്മളുടെ പല വിക്ടറീസും അപ്പോൾ അങ്ങനെ എഴുതുമ്പോഴത്തേക്ക്, അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ഏർലി ചൈൽഡ്ഹുഡിൽ വളരെ ഒരു ട്രൗൾസം വളരെ കഷ്ടപ്പെട്ടൊരു ചൈൽഡായിരുന്നു. അപ്പോൾ ഈവൻ ഒരു 5 വയസ്സിലുമൊക്കെ ഉള്ള സമയത്തൊക്കെ എനിക്ക് ആകെപ്പാടൊരു ആശ്വാസം എന്ന് പറയുന്ന എന്നെ എഴുതാൻ പഠിപ്പിച്ചിരുന്നൊരു കുമാരൻ എന്ന് പറയുന്ന എൻ്റെ ഒരു നിലത്തെഴുത്ത് പഠിപ്പിച്ചിരുന്ന ആശാൻ. പുള്ളി വീട്ടിൽ വന്നിട്ട് എന്നെ തമ്പി എന്നാണ് വിളിക്കുന്നത്, എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് കാലപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടിട്ട് പുള്ളി എന്നെ ചുമന്നുകൊണ്ട് പോകും. ഭയങ്കര ഇഷ്ടമാണ് എന്നെ പഠിപ്പിക്കുന്ന പിള്ളേരിൽ. അവരെ കഴിഞ്ഞൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. വൈകിട്ടും പലപ്പോഴും പുള്ളി അതിൽ വരുന്നെങ്കിൽ എന്നെ എടുത്ത് തോളെ വെച്ചുകൊണ്ട് വരും. അപ്പോൾ ഞാൻ ലോയ്ക്ക് പഠിക്കുന്ന ആ കാലഘട്ടം പോലും പുള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലുള്ളതിൽ ഏറ്റവും വലിയൊരു നോട്ട് എഴുതി ഞാൻ പുള്ളിക്ക് കൊടുക്കും. എന്തോ ഒരു ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണുന്നത് പോലും എനിക്കൊരു പോസിറ്റീവ് ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ളത് എപ്പോഴും ഒരു പോസിറ്റീവ് സ്ട്രോക്കാണ്. അപ്പം അത് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്കൂൾ ലൈഫിൽ എനിക്കങ്ങനെ ഓർക്കുന്ന, ഞാൻ
കുറച്ച് പുസ്തകങ്ങൾ വായിച്ച് തീർത്തിട്ടുള്ളത്, അതിൽ നിന്നുള്ള സംതൃപ്തി അല്ലാതെ എനിക്ക് വലിയ സമ്മാനങ്ങൾ കിട്ടിയതായിട്ട് വലിയ ഓർമ്മയൊന്നുമില്ല. കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഓട്ടത്തിനോ ചാട്ടത്തിനോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ലീഡർഷിപ്പ് ഉണ്ടായി. അപ്പോൾ അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കോളേജ് യൂണിയൻ കൗൺസിലറായിട്ട് എലക്ട് ചെയ്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ പോവുകയുണ്ടായി. അപ്പോൾ അത് എനിക്കൊരു വിക്ടറി ലോഗിൽ വേറെ ഇടയ്ക്കൊക്കെ വന്നിട്ടുള്ള ഇതുണ്ട്. പക്ഷേ ഇതിന് ഇൻ ബിറ്റ്വീൻ ഈ കാലഘട്ടത്തിനകത്ത് ഉള്ളത് ഇതിലൊന്നും പറയാത്ത, അക്കാഡമിക്കോ ഇല്ലെങ്കിൽ ഈ ഇതൊന്നും അല്ലാത്ത, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് പൈസ ഉണ്ടാകുമായിരുന്നു. ഒരു ഈവൻ 10 വയസ്സിൽ പോലും എന്തെങ്കിലും ചെയ്താലും എപ്പോഴും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുമായിരുന്നു. ഈ പൈസ ഉണ്ടാക്കുന്ന ഒരു വിദ്യ വളരെ ചെറുപ്പത്തിൽ, ഒരു 10 വയസ്സിൽ പോലും പൈസ ഉണ്ടാക്കുന്ന വിദ്യ എങ്ങനെയാണെങ്കിലും ഞാൻ അതൊരു വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ രീതിയിൽ നിന്നുള്ളതല്ല, പക്ഷേ എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ ഇങ്ങനെ പൈസ കണ്ടെത്തുന്ന ഒരു സംഭവം. അതിങ്ങനെ നോക്കുമ്പോൾ അത് ഓരോ പ്രാവശ്യം, കാരണം എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് ബാക്കിയുള്ളവർക്ക് ആർക്കും ഇല്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു പിന്നെയും ഞാൻ പഠിച്ചൊക്കെ ഇങ്ങനെ പോരുമ്പോഴത്തേക്ക് പിന്നീട് നോക്കുമ്പോഴൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക്, ഇപ്പം ലോ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിക്കുന്നത്. താമസിച്ച് പഠിക്കുമ്പം പോലും അന്ന് അവിടുത്തെ വലിയ റൂമുകളൊക്കെ, അത് അടിയന്തരാവസ്ഥ കാലത്തുണ്ടാക്കിയ റൂമുകളൊക്കെ, മീൻസ് ഹോസ്റ്റൽ അന്നേരം ഉണ്ടാക്കിയ വലിയ റൂമുകളൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ സമയത്തും എനിക്ക്, അപ്പോൾ അവിടെ വേറെ ആർക്കും ബൈക്കില്ല, പക്ഷേ എനിക്ക് ബൈക്കുണ്ട്. ഇതെന്താണ്, പിന്നെ 1984 മുതൽ 89 വരെ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് ബൈക്കുണ്ട്. അതും പിന്നെ എന്താണ്, ഹോസ്റ്റലിനകത്ത് കയറ്റി കൊണ്ടുവെക്കും, ഉരുട്ടി കൊണ്ടുവന്ന് റൂമിൽ വെക്കാം, ആ രീതിയിൽ ഉണ്ടായിരുന്നു. മന്ത്രിമാരുടെ മക്കളോടെ താമസിക്കുന്നുണ്ടായിരുന്നു, പഠിക്കുന്നുണ്ടായിരുന്നു ലോയ്ക്ക്. പക്ഷെ അവർക്കും ഇല്ല. എസ്റ്റേറ്റ് ഉടമകളുണ്ട്, അവരുടെ മക്കളുണ്ട്, അവർക്കും ഇല്ല. പക്ഷെ അങ്ങനെ ഒരു എന്താണ്, അപ്പോൾ അതൊക്കെ എനിക്ക്, ഞാൻ പൈസ ഉണ്ടാക്കിയതൊക്കെ എനിക്ക് വേണമെങ്കിൽ ഒരു വിക്ടറി ലോഗായിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ പിന്നെ, പക്ഷേ ലോ കോളേജിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ പല പ്രാവശ്യം വിക്ടറികളുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും പല വിക്ടറികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, പക്ഷേ ഈ ഒരു ട്രെയിനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പം എൻ്റെ വിക്ടറികൾ ഇങ്ങനെ എഴുതിയാൽ ഒരു ബുക്കിനകത്തൊന്നും തീരത്തില്ല, 1-2 ബുക്കിനകത്തും തീരത്തില്ല. അതിന് മാത്രം വിക്ടറികളുണ്ട്. നമുക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, എന്ന് പറഞ്ഞതുപോലെ ഓരോ ഇതുണ്ടായിട്ടുള്ള വിക്ടറി. അപ്പോൾ നമുക്കതെല്ലാം പോസിറ്റീവ് ലാംഗ്വേജിൽ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമുക്ക് എഴുതാം. ഓക്കെ, ഒരുപക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ പഠിച്ചിറങ്ങിയ ആൾക്കാർക്ക് അത്രയും വിക്ടറി, കേസുകൾ ജയിച്ചതിൻ്റെ വിക്ടറി വരാം. ചിലപ്പം നാമമാത്രമായിട്ടുള്ള വിജയം ഉണ്ടായിട്ടുള്ള ആൾക്കാരും വരാം. ഓക്കെ, നമ്മൾ ചില അച്ചീവ്മെൻറ്റ്, ചിലപ്പോൾ കൃഷി നടത്തി അങ്ങനെ അച്ചീവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളവർ വരാം. എങ്കിലും വാട്ടെവർ, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം എഴുതാനായിട്ട് സ്മോൾ വിൻസ്, ഈവൻ വെരി വെരി സ്മോൾ വിൻ. ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇന്ന് മുതൽ വിക്ടറി ലോഗ് വഴി നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ ഓരോന്നോരോന്ന് എഴുതുകയാണ്. നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച എഴുതി കഴിയുമ്പോൾ പുതിയ വിക്ടറി ഉണ്ടാകും. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു മെത്തേഡാണ്. വിക്ടറിയിലേക്ക് നമ്മുടെ മൈൻഡിനെ തിരിച്ചു വെച്ച് കഴിയുമ്പോൾ, നിങ്ങളുടെ മൈൻഡ് മുഴുവൻ ഫോക്കസ് ആയി കഴിയുമ്പോൾ നമുക്ക് പുതിയ വിക്ടറികൾ നമുക്കുണ്ടാകാനായിട്ട് തുടങ്ങും, അപ്രതീക്ഷിതമായ വിക്ടറികൾ. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് നിങ്ങൾ തുടങ്ങിയ ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ബുക്കിനകത്ത് ഒരുപാട് വിക്ടറി, 5 ഇയേഴ്സിന് ശേഷം നിങ്ങൾ എന്നെ കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇത് എഴുതാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് വിക്ടറി നിങ്ങളും പറയും. ഇപ്പോൾ എൻ്റെ ഒരുപാട് പേര് പറയുന്നുണ്ട്, അന്ന് തുടങ്ങിയതാണ്, ഇപ്പോൾ ഒരുപാട് വിക്ടറി, നേരത്തെയൊക്കെ എണ്ണം കുറവായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുപാട് വിക്ടറി എനിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. സോ ലോട്ട് ഓഫ് വിക്ടറീസ്, സ്മോളസ്റ്റ് വിക്ടറി പോലും എഴുതുക. അപ്പോൾ അങ്ങനെ എനിക്ക് എങ്ങനെ ആ വിക്ടറിയിലേക്ക് പോകാൻ പറ്റും, അപ്പോൾ എനിക്കും കഴിവുണ്ടെന്നൊരു വിശ്വാസം. അത് വീണ്ടും ഇങ്ങനെ എഴുതുക, നമ്മൾ വീണ്ടും അടുത്ത വിക്ടറി, എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാകും, മക്കളുടെ വിക്ടറി, ഭാര്യയുടെ വിക്ടറി, നമ്മളുടെ ഏറ്റവും അടുത്തവരുടെ വിക്ടറി, വിക്ടോറിയസ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള ഓരോ മൊമെൻറ്റ്, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറഞ്ഞപ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം, വളരെ ഓണറബിളായിട്ട് വെർച്വസ് ആയിട്ട് മാത്രം ചെയ്യുക, ഏറ്റവും നല്ല വാല്യൂസ് മാത്രം നിങ്ങളിൽ നിന്ന് വരിക, കരിയറിൽ, പ്രൊഫഷണലിൽ, ബിസിനസ്സിൽ, ജോലിയിൽ, എല്ലാത്തിനകത്ത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക, മറ്റുള്ളവരുടെ വിജയം പോലും നമ്മൾ ആസ്വദിക്കാനും അവരോട് കൂടി എവിടെ ഒരു വിജയം കണ്ടാലും പോയി കൈ കൊടുക്കാനായിട്ട്, ആസ്വദിക്കാനായിട്ട് തുടങ്ങും. നമുക്ക് ഇങ്ങനെ വിക്ടറീസ് വരാനായിട്ട് തുടങ്ങും. വിക്ടറിയിലോ ആണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വീണ്ടും പുതിയ വിക്ടറി എൻട്രി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കില്ലെങ്കിൽ ബുള്ളറ്റ് പോയിൻ്റ് എഴുതി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വിക്ടറി വീണ്ടും എഴുതാനായിട്ട് ഇപ്പം നോക്കുമ്പോൾ എഴുതി കഴിഞ്ഞു, ഇനിയൊന്നും വരാനില്ല, വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ വന്നുകൊണ്ടിരിക്കും.
അപ്പോൾ അത് വരുമ്പോഴേ നമുക്ക് വീണ്ടും സന്തോഷം തോന്നും, വീണ്ടും മോട്ടിവേഷനായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ. അപ്പോൾ ഇൻസ്പിറേഷനായിട്ട് ചില കോട്ടുകൾ വിക്ടറിയെക്കുറിച്ച് നമുക്ക് അത് കിട്ടുക, അതും അവിടെ എഴുതുക. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എഴുതുക അവിടെ. പിന്നെ ആഡ് വിഷ്വലി ഞാനിങ്ങനെ ഒരു വിക്ടറി പ്രതീക്ഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് അവിടെ എഴുതാം. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റം ഉണ്ടായിട്ടായിരിക്കും. ചില വിക്ടറിയുടെ സ്റ്റോറീസൊക്കെ നിങ്ങൾക്ക് വായിക്കാം, നെറ്റിൽ നിന്നൊക്കെ എടുത്ത് വായിക്കാം. നിങ്ങൾക്ക് തന്നെ എനിക്ക് ഇതുപോലൊരു വിക്ടറി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മകഥമായിട്ട് പറയാം. സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺസ് ആയിട്ട് വരുന്നത്, നിങ്ങൾ ഇന്ന രാജ്യത്ത് പോകും, ഇന്ന സംഭവങ്ങൾ ചെയ്യും. പിന്നെ നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ വരുമ്പോഴത്തെ ഒരുപാട് പിന്നെ ഒരുപാട് ഓഫേഴ്സൊക്കെ ചിലപ്പോൾ വരും. നമ്മൾ അതെല്ലാം കയറി അറ്റംപ്റ്റ് ചെയ്യാം. ഈ ഗ്ലോബലി ആൾക്കാർ അപ്ലൈ ചെയ്യാത്ത പോലും ആയിരക്കണക്കിന് സ്കോളർഷിപ്സ് ഉണ്ട്. നിങ്ങൾ അറിയുന്നോന്ന് എനിക്കറിയത്തില്ല. ഞാനിതിനെക്കുറിച്ച് തന്നെ ഒരു ബുക്ക്, ലോക സ്കോളർഷിപ്സിനെ കുറിച്ചൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഗ്ലോബൽ സ്കോളർ എന്ന് പറയുന്ന ആ സെറ്റ് ബുക്കിനകത്ത് കിട്ടും. നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും ആരും അപ്ലൈ ചെയ്യാത്ത ഇഷ്ടംപോലെ സ്കോളർഷിപ്സ് ഉണ്ട്. ഓക്കെ, ആൾക്കാർ അറിയുന്നില്ല ഈ സംഭവം. ഈവൻ അമേരിക്കൻ സ്കോളർഷിപ്പ് പോലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട നമ്പറിനെ കഴിഞ്ഞും കുറവായിരുന്നു കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ അമേരിക്കൻ കൗൺസിലേറ്റിൽ നിന്ന് ഞാൻ പോയപ്പോൾ അറിഞ്ഞിട്ട് ഞാൻ കേരളത്തിൽ പലരെ വിളിച്ചു പറഞ്ഞിട്ട് 60 പേർക്ക് 160 പേർക്ക് ഫുഡും ഒക്കെ പറഞ്ഞവർ യൂണിവേഴ്സിറ്റി സെനറ്റ് ചേംബറിൽ വന്നിട്ട് 11 പേരെ അറ്റൻഡ് ചെയ്ത് പ്രോഗ്രാമിൽ. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് കുളിച്ചൊക്കെ റെഡിയായി അവിടെ വന്നപ്പോൾ 11 പേർ, ഇത്രയും പേർക്ക് ഫുഡൊക്കെ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് 11 പേര് മാത്രമാണ് വന്നത്. അപ്പം അതുമായിട്ടൊക്കെ കാണുമ്പോഴാണ് യൂണിവേഴ്സിറ്റി യാതൊരു ഇൻട്രസ്റ്റും എടുത്തില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രശ്നം. ആരെയും അറിയിച്ചില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രശ്നം. അത് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പാണ്. 9 months വരെ വിത്ത് ഫാമിലിയോടുകൂടി US പോയി താമസിക്കാനുള്ള സൗകര്യം പോലും ഉള്ളതായിരുന്നു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് സർപ്രൈസിങ് ന്യൂസ് ആയിരിക്കും, ബട്ട് ഇറ്റ് ഇസ് ട്രൂ. USFE എന്ന് പറയുന്ന ഒരു സെൻറ്റർ തന്നെ അമേരിക്കൻ കൗൺസിലേറ്റിൽ ഈ സ്കോളർഷിപ്പ് സൗകര്യപ്പെടുത്തി കൊടുക്കാനൊരു സെൻറ്റർ തന്നെ ചെന്നൈയിലുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ കയറിയപ്പോഴാണ്, ഞാൻ പണ്ട് മുതൽ അവിടുത്തെ ആ ലൈബ്രറിയിൽ എപ്പോഴും മെമ്പറാണ്. അപ്പോൾ അങ്ങനെ കയറിയപ്പോഴാണ് അവരുടെ അടുത്ത് വിവരം പറയുന്നത്. എനിവേ, നിങ്ങളുടെ അപ്പോൾ ഈ ഒരു ഇതെല്ലാം നിങ്ങളെ ഗോളുമായിട്ട് ചേർക്കുക, നിങ്ങളുടെ ഗോളുമായിട്ട്. അപ്പോൾ ഈ വിക്ടറി ലോഗ് ഓരോന്നും സ്പെസിഫിക് ആയിട്ട് ഗോളുമായിട്ട്, അപ്പോൾ നിങ്ങളുടെ ഹാബിറ്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിക്ടറി വരണം എന്നുള്ളത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഹെൽത്തുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ വിൻസുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓരോ മൈൽ സ്റ്റോൺസുമായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് സോഷ്യൽ വിൻസുമായിട്ട് കണക്ട് ചെയ്യാം, സോഷ്യൽ ലൈഫുമായിട്ട്, റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾ എപ്പോഴും വളരെ ഓതൻറ്റിക്കായിട്ടും വാല്യൂ ബേസ്ഡായിട്ടും ജെന്യുവിനായിട്ടും തന്നെ ചെയ്യുക. അപ്പോൾ വീണ്ടും നിങ്ങളുടെ വാല്യൂ ബേസ്ഡായിട്ട് പോകുമ്പോഴത്തേക്കും വീണ്ടും ഇതിലേക്ക് വരാനുള്ള ലോ ഓഫ് അട്രാക്ഷനല്ലേ നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് തന്നെ ഫോക്കസ്ഡ് ആയി കഴിയുമ്പോൾ, ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ വരാനായിട്ട് തുടങ്ങും. പിന്നെ ഈ വിക്ടറി ലോഗിന് നമുക്ക് സൈക്കോളജിക്കലായിട്ട് വലിയ ഇമ്പാക്റ്റ് ഉള്ളത്, ഈ നമ്മൾ എപ്പോഴും പാസ്റ്റ് നമ്മുടെ മെമ്മറിയിലേക്ക് പോകുമ്പോൾ, നമ്മൾ പരാജയം വന്നിട്ടുള്ള, ഫെയിലിയർ വന്നിട്ടുള്ള ആ നിമിഷങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ മെൻ്റലി നമ്മൾ ഡൗൺസ് വരും. അതേസമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും വിജയിച്ചിട്ടുള്ള നമുക്ക് നമ്മുടെ വിക്ടറി ലോഗിൻ്റെ ഏതെങ്കിലും കാര്യം ഓർമ്മ വരുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ റെസീലിയൻസ് വരും, പെട്ടെന്ന് അപ്പാവും, പെട്ടെന്ന് തിരിച്ച് നമ്മൾ വരും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ഓഫീസിലൊക്കെ ഈ ട്രോഫികളും ഫലകങ്ങളൊക്കെ വെച്ചിരിക്കുന്ന അലമാരിയിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ US-ലൊക്കെയാണ് കാണാൻ പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കും. അത് ഇടയ്ക്ക് അവർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്കൊരു ആ നിമിഷങ്ങളിലേക്കൊരു ബൂസ്റ്റ് വരുന്നുണ്ട്. സൈക്കോളജിക്കലായിട്ട് വേറൊരു കാര്യം പറയാം, NLPയുടെ ആംഗിളിൽ പറയുകയാണെങ്കിൽ ആങ്കർ ചെയ്ത് വെച്ചേക്കുക, കെട്ടിയിടുക എന്ന് പറയുന്നത്. ആ മൊമെൻറ്റിലേക്ക് അത് വാങ്ങിച്ച് ആ നിമിഷങ്ങളിലേക്ക് നമ്മുടെ മൈൻഡ് അതിലേക്ക് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പോകുമ്പം ഇമോഷണലി നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം വിജയവുമായിട്ട് കണക്ട് ചെയ്ത സംഭവങ്ങളാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പം നമുക്ക് അങ്ങനെ വിജയമായിട്ടുള്ള നമ്മുടെ സെലിബ്രേഷൻസ് കൂട്ടുകൂടിയത്, അങ്ങനെ നമ്മളെ പോസിറ്റീവായിട്ട് പ്രോംപ്റ്റ് ചെയ്യുന്ന പല സാധനം, വളരെ ഗ്രേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന, അവിടെ നമ്മൾ പഠിച്ച ലെസൺസ്, എൻ്റെ വിജയങ്ങളുടെ സിമ്പിൾസായിട്ട് ഞാനിരിക്കുന്ന എല്ലാ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്നെ പെട്ടെന്ന് ഉയർത്തി തരുന്നത്, അപ്പോൾ എൻ്റെ പേഴ്സണൽ ട്രയംഫ് എന്നെ പെട്ടെന്ന് ഓർപ്പിക്കും, ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡിനെ പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന, എൻ്റെ സെലിബ്രേഷൻസിൻ്റെ ആ ഒരു ഫീലിംഗ് എനിക്ക് കൊണ്ടുവരുന്ന ഒരുപാട് സംഭവം. ഇത് നിങ്ങൾക്കും ചെയ്യുവാണെങ്കിൽ നല്ല ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് തന്നെ അത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാത്ത വേറൊരു വിദേശ സ്ഥലത്ത് വേറെ വല്ലയിടത്ത് കാറിൽ പോവുകയൊക്കെ ആണെങ്കിൽ അതിൻ്റെ വിസിനിറ്റി, അതിൻ്റെ ഇമേജ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി.
അപ്പോൾ അഥവാ നമ്മുടെ ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്കിത് കാണിച്ചിട്ട് പറയാം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇമോഷണലി റെസീലിയൻ്റായി അപ്പായി കഴിയും. നമ്മൾ ആരെങ്കിലുമൊക്കെ ക്രിട്ടിസൈസ് ചെയ്ത് ഇൻ കേസ് നമ്മൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് നോക്കിയാൽ മതി. നോക്കുമ്പോൾ നമ്മൾ എങ്കിൽ തന്നെ നമുക്ക് എപ്പോഴും വി ക്യാൻ ബി സ്റ്റേ ഹംബിൾ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇമോഷണലി അതിലേക്ക് ഇടയ്ക്കൊന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു സെറ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് നോക്കിയാൽ പിന്നെ നമുക്ക് അതിനകത്ത് ചില അഫർമേഷൻസും ഒക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം. പിന്നെ ഒരു ഗോൾ നമ്മളെപ്പോഴും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിനകത്ത് ഈ സെറ്റ് ചെയ്തേക്കുന്ന ഗോളിനകത്ത് നമുക്ക് ഈ അഫർമേഷൻസും ഒക്കെ അപ്പോൾ വിഷൻ ബോർഡ് കൂടെ ഉണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായി. അപ്പോൾ നമുക്ക് ആ വിഷൻ ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ വിഷൻ ബോർഡിനകത്ത് വരുമ്പോൾ നമ്മൾ ഫ്യൂച്ചറാണല്ലോ ചെയ്തു വെക്കുന്നത്, നമ്മുടെ ഗോളുകളെ സ്ട്രെച്ച് ചെയ്ത് അവിടെ കൊണ്ടെത്തിച്ചതായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ വാല്യൂസുമായിട്ട് കണക്ട് ചെയ്ത് അപ്പം നമ്മൾ ഡേ ടു ഡേ റിച്വൽസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ തന്നെ നമുക്ക് റിവാർഡ് കൊടുത്തുകൊണ്ട് നേട്ടങ്ങൾ കൊടുത്തുകൊണ്ട് അപ്പോൾ നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് തന്നെ എപ്പോഴും നമുക്ക് മൈൻഡ്ഫുള്ളായിട്ട് ആ വിജയത്തിൻ്റെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ അതിൽ കണക്ട് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും. ഇത് വരുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ലതിങ്ങനെ മൈൻഡ് വരുമ്പോൾ നമുക്ക് ചെറുതൊക്കെ ഫോർഗീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ വിജയത്തിനുള്ള സാധ്യത നമുക്ക് കൂടുതൽ സെൽഫ് കെയർ എടുക്കാനും കൂടുതൽ എഫർട്ട് എടുക്കാനും ലൈഫ് കുറച്ച് മീനിങ് ഫുൾ ആക്കാനും ഒക്കെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ റോൾ മോഡൽസിൻ്റെ ഒക്കെ വെക്കുമ്പോൾ അവരെക്കുറിച്ച് ഓർമ്മ വരും, അവർ ചെയ്തപ്പോൾ നമുക്ക് ചെയ്യണം. നമുക്ക് ചിലതൊക്കെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സ്പിരിച്വൽ ഇൻസൈറ്റ്, അതുപോലെ നമുക്ക് എപ്പോഴും പോസിറ്റീവ് കമ്മ്യൂണിറ്റി കോൺഷ്യസ് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഫ്ലെക്സിബിൾ ആകാം. നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ചില ഇതിൽ നമുക്ക് ചിലപ്പോൾ ഹ്യൂമറസ് ആകാനായിട്ട് പറ്റും. നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ഒരു റാൻഡമായിട്ട് നമുക്ക് ചില ഡിസ്കവറീസ്, പിന്നെ ചില കാര്യത്തിൽ വളരെ പെർസിസ്റ്റൻ്റ് ആയിരിക്കണം. പിന്നെ അതിനകത്ത് നമുക്ക് എക്സ്പ്രസ് വൾണറബിലിറ്റി, നമുക്ക് തുറന്ന കാര്യം പറയാനും ഓപ്പണായിട്ട് സ്വീകരിക്കാനും, പിന്നെ നമുക്ക് കൂടെ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനറോസിറ്റി മറ്റുള്ളവർക്ക് അവരോട് നമുക്ക് കാണിക്കണം. നമ്മുടെ വിക്ടറീസൊക്കെ നമുക്ക് അക്നോളജ് ചെയ്യാനായിട്ട് പറ്റുക. ഇമോഷണൽ ഗ്രോത്ത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കുക, സമ്മതിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഫോർഗീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അച്ചീവ്മെൻറ്റിനുള്ള സാധ്യത കണ്ടാലും മതി. അന്നേരം നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ അഡ്വാൻസ്. പിന്നെ അത് നമുക്കിതിന് ബലം തരുന്നവരും അറിവ് തരുന്നവരും ഒക്കെ ആയിട്ട് ഓൾവേസ് സ്റ്റേ കണക്റ്റഡ്, അതിനുള്ള ഒരു ഫീല് നമുക്ക് വരും. അതുപോലെ തന്നെ നമുക്കിപ്പം നമ്മൾ ഇതുമായിട്ട് എപ്പോഴും ഒരു പീസ്ഫുൾ മൊമെൻറ്റ്, പിന്നെ ഇതുമായിട്ട് എക്സ്പ്രസ് ലവ്, ഈ ലവ് ആണ് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ലോ ഓഫ് അട്രാക്ഷൻ്റെ യഥാർത്ഥ ഊർജ്ജം തരുന്ന ലവ് ആണ്. അപ്പോൾ നമുക്ക് ഈ അച്ചീവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ലവ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോൾ വീണ്ടും നമ്മൾ ലവ് ആണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീഡം കൂടും, നമുക്ക് വണ്ടേഴ്സ് വരും, നമുക്ക് റിസൾട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ അലോ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിലേക്ക് ഇത് വരാനുള്ള അവസ്ഥ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് സെലിബ്രേറ്റ് ചെയ്ത് സാധ്യതയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡെപ്തിൽ പോയി, അതായത് നമ്മുടെ അവയർനെസ് ആൻഡ് നമ്മുടെ കോൺഷ്യസ്നസ് ലെവൽ ഇനോർമസ് ആയിട്ട് കൂട്ടാനുണ്ട്. അത് ഞാനുമായിട്ട് നിങ്ങളിത് എഴുതിക്കൊണ്ട് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ മൈൻഡ് അതിലേക്ക് ഫിക്സ് ചെയ്ത് തരുന്ന കുറച്ച് പ്രക്രിയ ചെയ്യാനുള്ളത്. അപ്പോൾ അത് മൈൻഡിനകത്ത് കയറിയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ഉള്ളപ്പോൾ ചെയ്യണം. പക്ഷേ ഇതില്ലാതെ വന്നാൽ നമ്മൾ ഇത്രയും സമയം അവിടെ പോകണം. അപ്പോൾ ലൈഫ് ലൈനിലെ ആൾക്കാരുമായിട്ട് ഇരുന്ന് ഇത് ഫിനിഷ് ചെയ്തിട്ട് വരിക. പൂർണ്ണമായിട്ട് നമുക്ക് വൻ വിജയത്തിലേക്ക് പോകാനുള്ള എൻ്റെ സ്കില്ലുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഇത് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് ആ സ്കില്ല് എടുത്തിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്.